എഡ്യൂടെക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 10th സെക്കൻഡ് ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രാം മോളിക്കുലർ മാസുകൾ മാസ് തന്നു കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, 1 മോൾ മോളിക്യൂൾ ഇതൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് ഗ്യാസ് ആൻഡ് നമ്പർ ഓഫ് മോൾസ്, അതായത് വാതകത്തിൻ്റെ വ്യാപ്തവും മോൾ എണ്ണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പഠിച്ചു നിർത്തിയ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമുക്ക് നമ്പർ ഓഫ് മോൾസും വോളിയം തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയാൻ. അക്കോർഡിംഗ് ടു അവോഗാഡ്രോസ് ലോ, at a given temperature and pressure, volume of a gas is directly proportional to the number of molecules. നമുക്കറിയാവുന്ന കാര്യമാണ്. അവോഗാഡ്രോ നിയമം അനുസരിച്ച് ഒരു നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ്. ദാറ്റ് ഈസ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ. നമ്മൾ പഠിച്ച കാര്യമാണ്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോർ എ ഗ്യാസ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഇവിടുത്തെ പ്രത്യേകത ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ വാതകത്തിനെ സംബന്ധിച്ച് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിന് ആനുപാതികമായിരിക്കും അറ്റ് ദി ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, സോ നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, നമുക്കിത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ കൊണ്ടുവരാൻ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എന്നെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കെയുടെ വാല്യൂ അത് 1 എന്ന് അസ്യൂം ചെയ്യുന്നു. ദ വാല്യൂ ഓഫ് കെ ഈസ് ഈക്വൽ ടു 1. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? വി ഈക്വൽ ടു എൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ എ ഗ്യാസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. അത് മനസ്സിലാവൂലേ? നമ്മൾ ഏതെങ്കിലും ഒരു വാതകം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഫോർ എ ഗ്യാസ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും ഞാനൊരു വാതകം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വഴി കിട്ടി. വി ഈസ് ഈക്വൽ ടു എൻ. ഓക്കെ, സോ വെൻ യു ടേക്ക് നമ്മൾ ഡിഫറെൻറ്റ് ഗ്യാസസ് ഒന്ന് കൺസിഡർ ചെയ്യാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ വി കൻ ടേക്ക് ഓക്സിജൻ ഗ്യാസ്, അമോണിയ ഗ്യാസ് ആൻഡ് നൈട്രജൻ ഗ്യാസ്. ഓക്കെ, ഡിഫറെൻറ്റ് ഗ്യാസുകളൊന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് വേണം എടുക്കാം, ഡിഫറെൻറ്റ് ഗ്യാസ്. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വി ടേക്ക് 1 മോൾ ഓഫ് ഓക്സിജൻ ഗ്യാസ്, 1 മോൾ അമോണിയ ഗ്യാസ് ആൻഡ് 1 മോൾ നൈട്രജൻ ഗ്യാസ്. ഒരു ടെമ്പറേച്ചറും പ്രഷറും ഞാൻ ഇവിടെ എടുക്കുന്നത് 273 കെൽവിൻ ടെമ്പറേച്ചറിലും 1 atm പ്രഷറിലും, വെറുതെ ഒരു ടെമ്പറേച്ചറും പ്രഷറും പറയുന്നേ ഉള്ളൂ. ഞാൻ വ്യത്യസ്ത വാതകങ്ങൾ 1 മോൾ വീതം എടുക്കുകയാണ്. എടുക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഇല്ല. ഓക്സിജൻ ഗ്യാസ് 1 മോൾ എടുക്കുന്നു, അമോണിയ ഗ്യാസ് 1 മോൾ എടുക്കുന്നു, നൈട്രജൻ ഗ്യാസ് 1 മോൾ എടുക്കുന്നു. അക്കോർഡിംഗ് ടു അവോഗാഡ്രോസ് ലോ വി ഈസ് ഈക്വൽ ടു എൻ. നമ്മളിങ്ങനെ റിലേഷനിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്ന് അറിയാലോ. സോ വെൻ യു ടേക്ക് 1 മോൾ ഗ്യാസ്, 1 മോൾ ഓക്സിജൻ ഗ്യാസ്, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ? എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അതിനകത്ത്? 1 മോൾ ഗ്യാസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ദാറ്റ് കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ, വോളിയം ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? എൻ ആണ്. എൻ മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. 1 മോൾ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര തന്മാത്രകളുണ്ട്? എത്രയായിരിക്കും? 6.022 ഗുണം 10⁻23 ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഒരു ടെമ്പറേച്ചറും പ്രഷറും കൊടുത്തു. ഞാൻ 1 മോൾ ഗ്യാസിനെ ഞാൻ ആ ടെമ്പറേച്ചറും പ്രഷറും എടുക്കുകയാണ്. ദെൻ അക്കോർഡിംഗ് ടു അവോഗാഡ്രോസ് ലോ വി ഈസ് ഈക്വൽ ടു എൻ എന്ന് നമ്മൾ എടുത്തു. കെയുടെ വാല്യൂ 1 കൊടുത്തപ്പോഴാണ് നമുക്ക് വി ഈസ് ഈക്വൽ ടു എൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് എഴുതിയ വോളിയം ഓഫ് ഓക്സിജൻ VO2 എന്ന് എഴുതിയ വോളിയം ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 6.022 ഗുണം 10⁻23. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത് നോക്കാം. അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെൻ യു ടേക്ക് 1 മോൾ അമോണിയ, ദാറ്റ് ഈസ് 1 മോൾ അമോണിയ എടുക്കണമെങ്കിൽ that also contains Avogadro number of molecules. അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? 1 മോൾ അമോണിയ ആകുമ്പോഴത്തേക്കും Avogadro number of molecules are present in. Okay, so according to Avogadro's law, volume of ammonia is equal to n ആണ്. എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മോൾ ആയതുകൊണ്ട് എത്രയാണ്? 6.022 into 10⁻23 ആണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇതേ കണ്ടീഷൻസിൽ 1 മോൾ അമോണിയ കൂടി എടുക്കുന്നു. 1 മോൾ തന്നെയാണ് അമോണിയ എടുക്കുന്നത്. അക്കോർഡിംഗ് ടു അവോഗാഡ്രോസ് ലോ വി ഈക്വൽ ടു എൻ ആണ്. സോ നമ്മൾ എഴുതി വോളിയം ഓഫ് അമോണിയ ഈസ് ഈക്വൽ ടു അവോഗാഡ്രോ നമ്പർ എന്ന് എഴുതി. അത് മനസ്സിലാവുമല്ലോ.
ഇതേ കണ്ടീഷനിൽ ഞാൻ ഒരു മോൾ നൈട്രജൻ എടുക്കുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് നൈട്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര തന്നെയാണ്? ഓക്കെ, അതായത് ഡിഫറെന്റ് ഗ്യാസസ്, വ്യത്യസ്ത വാതകങ്ങൾ ഒരേ താപനിലയിലും മർദ്ദത്തിലും ഒരു മോൾ വീതം എടുക്കുന്നു. then it contains 6.022 ഗുണം 10⁻23 മോളിക്യൂൾസ്. ഇത്രയും മോളിക്യൂൾസ് വീതം ഉണ്ടായിരിക്കും. ഓക്കെ, സോ വെൻ യു ടേക്ക് ഡിഫറെന്റ് ഗ്യാസസ് at the same temperature and pressure, when you take 1 mole of different gases, it contains Avogadro number of molecules. ഓക്കെ, ഒരു മാത്തമെറ്റിക്കൽ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇപ്പോൾ ഞാൻ എഴുതാം A equal to 1, B equal to 1, C equal to 1. ഇതിൻ്റെ എല്ലാം റൈറ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികം നമുക്ക് എഴുതാം A equal to B equal to C. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് അല്ലേ? റൈറ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അണ്ടർ ദി കണ്ടീഷൻ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ എല്ലാത്തിനും റൈറ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, വോളിയം ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് അമോണിയ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് നൈട്രജൻ എഴുതിക്കൂടെ. അതായത് ഒരേ താപനിലയിലും മർദ്ദത്തിലും വ്യത്യസ്ത വാതകങ്ങൾ ഒരു മോൾ വീതം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് അവഗാഡ്രോ സംഖ്യ എണ്ണം കണങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിരിക്കുകയും ചെയ്യും, തുല്യമായിരിക്കുകയും ചെയ്യും അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, under the same conditions of temperature and pressure, when you take 1 mole of different gases, the number of molecules present in the gases are equal and its volume is also equal. And the number of volume and the volume എന്ന് പറയുന്നത് എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോൾ ആൻഡ് വോളിയം ഓഫ് ഗ്യാസ്. പറഞ്ഞ് മനസ്സിലായോ? ഒരേ താപനിലയിലും മർദ്ദത്തിലും വ്യത്യസ്ത വാതകങ്ങൾ ഒരു മോൾ വീതം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് തുല്യമായിരിക്കുകയും ചെയ്യും. അതുപോലെ ഒരു മോൾ വാതകത്തിൻ്റെ വ്യാപ്തമായതുകൊണ്ട് ദാറ്റ് വോളിയം ഈസ് കോൾഡ് മോളാർ വോളിയം. ആ വോളിയത്തെ നമ്മൾ എന്ത് വിളിക്കും, മോളാർ വോളിയം എന്ന് വിളിക്കും. മോളാർ വോളിയം. ദാറ്റ് വോളിയം ഈസ് കോൾഡ് ദ വോളിയം ഓഫ് 1 mole of gas is called മോളാർ വോളിയം. മോളാർ വ്യാപ്തം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒരു മോൾ വാതകത്തിൻ്റെ വ്യാപ്തമായതുകൊണ്ട് ആ വ്യാപ്തത്തെ നമ്മൾ എന്ത് വിളിക്കും, മോളാർ വോളിയം. മോളാർ വോളിയം എന്നായിരിക്കും വിളിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി ഞാനിവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, under the same conditions of temperature and pressure, when you take different gases of 1 mole, it contains Avogadro number of molecules and its volume is equal and that volume is called molar volume. അത്രയും മനസ്സിലായല്ലോ? വ്യത്യസ്ത വാതകങ്ങൾ ഒരേ താപനിലയിലും മർദ്ദത്തിലും ഒരു മോൾ വീതം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ സംഖ്യാനം കണികൾ ഉണ്ടായിരിക്കും. അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് തുല്യമായിരിക്കുകയും ചെയ്യും. ആ വ്യാപ്തത്തെ വിളിച്ച പേരാണ് എന്ത്, മോളാർ വ്യാപ്തം എന്ന് വിളിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ ഇതാണ്, STP എന്നൊരു കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി. STP എന്താണ് ഈ STP എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദ കണ്ടീഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, പ്രമാണ താപനിലയും മർദ്ദവും എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ ടെമ്പറേച്ചർ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആയിട്ട് കരുതുന്നത്. സ്റ്റാൻഡേർഡ് പ്രഷർ ആയിട്ട് കരുതുന്നത് 1 atm പ്രഷറുമാണ്. ഓക്കെ, അണ്ടർ ദിസ് കണ്ടീഷൻ വെൻ യു അണ്ടർ STP വെൻ യു ടേക്ക് എനി ഗ്യാസ് ഓഫ് 1 mole, ഏതൊരു വാതകവും 1 mole എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് വോളിയം ഈസ് ഈക്വൽ. വോളിയം എന്തായിരിക്കും, തുല്യമായിരിക്കും. ഏതൊരു വാതകവും STP ആയിക്കോട്ടെ, STP എന്നുള്ള കണ്ടീഷൻ കൊടുക്കുന്നേ ഉള്ളൂ. ആ കണ്ടീഷനിൽ നമ്മൾ ഏതൊരു വാതകവും 1 mole എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആൻഡ് വോളിയം ഈസ് കാൽക്കുലേറ്റഡ്, എക്സ്പെരിമെന്റലി ഡിറ്റക്റ്റഡ്. ആ വോളിയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു, ദ വോളിയം ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. ഓക്കെ, ദിസ് വോളിയം ഈസ് കോൾഡ് മോളാർ വോളിയം അറ്റ് STP. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഈ 273 കെൽവിൻ താപനിലയെയും 1 atm മർദ്ദത്തെയും വിളിക്കുന്ന പേരാണ് പ്രമാണ താപനിലയും മർദ്ദവും. ഈ പ്രമാണ താപനിലയിലും മർദ്ദത്തിലും നമ്മൾ ഏതൊരു വാതകവും 1 mole എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തം തുല്യമായിരിക്കും. ആ വ്യാപ്തം എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. ആ വ്യാപ്തത്തെ നമ്മളൊരു പേര് വിളിക്കും, STPയിലെ മോളാർ വ്യാപ്തം എന്ന് വിളിക്കും. മോളാർ വോളിയം അറ്റ് STP. ഫോർ എക്സാമ്പിൾ, under STPയിൽ when you take 1 mole nitrogen, 1 mole nitrogen STPയിൽ എടുക്കുകയാണ് എങ്കിൽ അതിന്റെ വോളിയത്തിലേക്കും
22.4 ലിറ്റർ ആയിരിക്കും. ദാറ്റ്സ് ഓൾ. ഞാൻ 1 മോൾ STP 1 മോൾ അമോണിയ എടുക്കുകയാണ്. its volume is 22.4 ലിറ്റർ. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണ് STP 22.4 ലിറ്റർ ആയിരിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഏതൊരു ഗ്യാസും STP യിൽ നമ്മൾ 1 മോൾ വീതം എടുക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. So if you are taking any gas of 1 mole at STP, its volume is 22.4 liter and this volume is called molar volume at STP. ഈ വോളിയത്തെ വിളിക്കുന്ന പേരാണ് എന്താ? മോളാർ വോളിയം അറ്റ് STP എന്നാണ് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ അതിന്റെ വ്യാപ്തം, ആ വ്യാപ്തത്തെ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. STP യിലെ മോളാർ വ്യാപ്തം എന്ന് വിളിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ ഞാനേ ഇപ്പോൾ ഈ STP യിൽ 2 മോൾ എടുക്കുകയാണെങ്കിൽ അവിടെ സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വോളിയം? വ്യാപ്തം എത്രയാവും? 2 മോൾ. 1 മോൾ ആണെങ്കിൽ 22.4 ലിറ്റർ, 2 മോൾ ആണെങ്കിൽ 2 × 22.4 ലിറ്റർ ചെയ്യുമ്പോൾ എത്ര വരും? 44.8 ലിറ്റർ എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 മോൾ എടുക്കുകയാണെങ്കിൽ 5 × 22.4 ലിറ്റർ എത്ര വരും? 112 ലിറ്റർ എന്ന് വരും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സോ ഐ വിൽ ടേക്ക് 224 ലിറ്റർ അമോണിയ ഗ്യാസ് അറ്റ് STP. അമോണിയ ഗ്യാസ് STP യിൽ എടുക്കുക. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ STP യിൽ 224 ലിറ്റർ അമോണിയ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഹൗ മെനി മോൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? എത്ര മോളുകൾ ഉണ്ടായിരിക്കും? പറയൂ, എത്ര മോളുകൾ ഉണ്ടായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? We know that 1 mole ammonia at STP is equal to വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 224 ലിറ്റർ അമോണിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സ് മോൾ എന്ന് എടുത്തൂടെ? അല്ലെങ്കിൽ ആ വോളിയം നമുക്ക് അറിയാം എക്സ് മോൾ. എക്സ് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എക്സ് ഉള്ളതിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത് 22.4 × x 22.4x is equal to 224 × 1. ഓക്കെ, x is equal to 224/22.4. സോ ചെയ്യുമ്പോഴത്തേക്കും മോളിൽ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ പോയിന്റ് മാറ്റാനായിട്ട് 224 × 10/224 is equal to 10 എന്ന് വരും. 10 മോൾസ് എന്ന് വരും. ഓക്കെ, അതായത് നമുക്ക് ഒരു സബ്സ്റ്റൻസിന്റെ വോളിയം അല്ലെങ്കിൽ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ, STP യിലുള്ള വോളിയം കിട്ടിക്കഴിഞ്ഞാൽ, മോളാർ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ, STP യിലുള്ള വോളിയം കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ the given volume in liters by molar volume at STP. The given volume at STP by molar volume. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാസിൻ്റെ STP യിലെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്? എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ഞാനൊന്ന് ക്രോഡീകരിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചത് ഗ്രാം അറ്റോമിക മാസിനെ കുറിച്ചാണ്. ഓക്കെ, നോക്കിയോളൂ. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? 1 gm is equal to mass in grams equal to atomic mass. ഓക്കെ, അറ്റോമിക് മാസിന് തുല്യമാണ്. is equal to 1 mole. 6.022 into 10⁻23 atoms equal to 1 mole atom. പഠിച്ച കാര്യമാണ്. അതുപോലെ നമ്മൾ ഇത് പഠിച്ചു. 1 gram molecular mass is equal to mass in grams equal to molecular mass. ഓക്കെ, മോളിക്കുലാർ മാസ് പഠിച്ചു. അതുപോലെ അതിനകത്തും 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്, തന്മാത്രകൾ ഉണ്ടായിരിക്കും. അതുപോലെ അത് 1 മോൾ മോളിക്യൂളിന് 1 മോൾ തന്മാത്രയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ, ലാസ്റ്റ് പഠിച്ചത് 1 മോൾ ഈസ് ഈക്വൽ ടു 1 മോൾ അറ്റ് STP എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു ഗ്യാസ് 1 മോൾ STP എടുക്കുകയാണെങ്കിൽ വോളിയം ഈസ് 22.4 ലിറ്റർ. അപ്പോൾ എല്ലാത്തിലും മോൾ കോമൺ ആയിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നിക്വേറ്റ് ചെയ്യാൻ നമുക്ക് അവസാനം ഇങ്ങനെ റിലേഷൻ കിട്ടും. ഇതെല്ലാം കൂടെ നമ്മൾ നിക്വേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ 1 മോൾ ഒരു പദാർത്ഥം 1 മോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവഗാഡ്രോ സംഖ്യായനം കണികൾ ഉൾപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് മോൾ. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 1 മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 6.022 × 10⁻23.
പാർട്ടിക്കിൾസ് പറയാൻ പറ്റും. പാർട്ടിക്കിൾസ്, ഇറ്റ് മേ ബി ആറ്റംസ്, മോളിക്യൂൾസ്, എനിത്തിങ്, എന്ത് വേണമെങ്കിലും ആവാം. ഒരു മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ഇനി ഒരു മോൾ ആറ്റം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മാസ് ഈസ് ഈക്വൽ ടു 1 മോൾ ഹൈഡ്രജൻ ആറ്റം ഇസ് മാസ് ഈസ് ഈക്വൽ ടു, ആറ്റം ആണെന്നുണ്ടെങ്കിൽ 1 GAM ആയിരിക്കും. മാസ് എന്ന് പറയുന്നത് 1 GAM ആയിരിക്കും. 1 മോൾ ആറ്റം ആണെങ്കിൽ ഇറ്റ്സ് മാസ് ഈസ് ഈക്വൽ ടു 1 GAM. ഇറ്റ് ഈസ് ഫോർ ആറ്റംസ്. അപ്പോൾ ആറ്റങ്ങളാണെങ്കിൽ അതിന്റെ മാസ് എന്ന് പറയുന്നതായിരിക്കും 1 GAM ആയിരിക്കും. എന്താണ് 1 GAM എന്ന് വെച്ചാൽ അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. തന്മാത്രകളാണെങ്കിൽ ഇറ്റ്സ് മാസ് ഈസ് ഈക്വൽ ടു 1 GM. ഫോർ മോളിക്യൂൾസ്, തന്മാത്രകളാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 GM തന്മാത്രകളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഓപ്ഷനിലാണ്. 1 മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റങ്ങളാണെങ്കിൽ മാസ് പറയുന്നത് 1 GAM-നും തന്മാത്രകളാണെങ്കിൽ 1 GM-നും ഈക്വൽ ആയിരിക്കും. സോ ഏതൊരു ഗ്യാസ് നമ്മൾ STP-യിലാണ് എടുക്കുന്നതെങ്കിൽ 1 മോൾ സബ്സ്റ്റൻസ് എടുക്കുന്ന വോളിയം ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ അറ്റ് STP. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ആ പ്രോബ്ലംസ് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ഒരു മോൾ ഏതൊരു പദാർത്ഥം എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ഇക്വേറ്റ് ചെയ്തതാണ്. 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇറ്റ് മേ ബി ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് ഓർ എക്സെട്ര, എന്ത് വേണമെങ്കിലും ആകാം. ഒരു മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കണികളുണ്ടായിരിക്കും? അവോഗാഡ്രോ നമ്പർ, ആ സംഖ്യ ഉണ്ടായിരിക്കും. ഇനി ആറ്റങ്ങളാണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 GAM-ന് ഈക്വൽ ആയിരിക്കും. ഗ്രാം അറ്റോമിക മാസിന് ഈക്വൽ ആയിരിക്കും. മോളിക്യൂൾസ് ആണെങ്കിലോ 1 GMM-ന് ഈക്വൽ ആയിരിക്കും മോളിക്യൂൾസ് ആണെങ്കിൽ. അതുപോലെ തന്നെ വോളിയം, ഒരു മോൾ ഓഫ് ഗ്യാസിന്റെ വോളിയം അറ്റ് STP എത്രയായിരിക്കും? എപ്പോഴും എത്ര? 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് അസസ്സുമായിട്ട് കാണാം. ഓക്കെ, സോ നന്ദി, നമസ്കാരം.